LDF RSS ഡീൽ പരാജയപ്പെടുത്താൻ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ഷംസീർ ഇബ്രാഹിം. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ശരിയായ മാർഗം. രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സംഘപരിവാറും അതിൻ്റെ അധികാര പ്രയോഗവുമാണ്. സമാനതകളില്ലാത്ത ദുരിത ജീവിതമാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയാധികാരം ഇന്ത്യയിൽ എല്ലായിടത്തും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം പറഞ്ഞു. വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് KS നവാസ് എടവിലങ്ങ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം KK ഷാജഹാൻ, UDF മണ്ഡലം കൺവീനർ KM അബ്ദുൽ ജലീൽ, UDF തെരഞ്ഞെടുപ്പ് ഏജന്റ് VM ഷൈൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി ഫസീല ഹനീഫ് സ്വാഗതവും എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK ഇക്ബാൽ നന്ദിയും പറഞ്ഞു. സാമാന്യമായി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തുകൊണ്ട് അവരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ കൈക്കൊണ്ടിട്ടുള്ള സുപ്രധാനമായ തീരുമാനം എന്ന് പറയുന്നത്. വെൽഫെയർ പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. 2011 നമ്മൾ മത്സരിച്ചിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി മത്സരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മൊമെന്റാണ്. ജനങ്ങളോട് കൂടുതൽ നേരിട്ട് സംസാരിച്ചും ഇടപഴകിയും ഒക്കെ ഒരു പാർട്ടിയുടെ നിലപാടിനെ സംബന്ധിച്ച് വിശദമായി സംസാരിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ സന്ദർഭങ്ങളാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ മത്സരിക്കാതിരിക്കുക എന്നത് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഒരു നഷ്ടമല്ല എന്ന് ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായി അതിന്റെ പ്രവർത്തകർ എന്ന നിലക്ക് ഈ പാർട്ടിയോട് അനുഭാവം വെച്ച് പുലർത്തുന്ന സഹോദരന്മാർ എന്ന നിലക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കാം. പക്ഷേ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റ് തെരഞ്ഞെടുപ്പുകളുടെ സമാനമായ ഒരു രീതിയിലൂടെയോ കോണിലൂടെയോ അല്ല. കുറച്ചുകൂടി സങ്കീർണമായ കേരളത്തിൽ